എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആദർശ് നയനയും ഡോക്ടറെ കാണാനായിട്ട് ക്യാബിനിലേക്ക് പോവാണ്. ആ സമയത്ത് നയനയോട് ആദർശ് പറഞ്ഞു, ദേ എപ്പോ നോക്കിയാലും ഇപ്പൊ അമ്മയ്ക്ക് കരള് പകുത്തലിയ പെൺകുട്ടിയെ കുറിച്ച് പറയാൻ മാത്രമേ സമയമുള്ളൂ. എന്നോട് ചോദിച്ചു അവളെ ഒന്നും കൊണ്ടേ കാണിക്കുമോന്നൊക്കെ ചോദിച്ചു. ഇത് കേട്ടോ നയന പറഞ്ഞു, ആദർശേട്ടൻ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാനാന്ന് ചോദിക്കുക. ആഹാ, അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന ആദർശേട്ടൻ അറിയാലോ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അമ്മ അറിയണ്ടെന്ന് പറയാ. അത് മാത്രല്ല, ഒരു പക്ഷേങ്കില് ഇനിയിപ്പൊ ആദർശനോട് അമ്മ പറയും, കരള് പകുത്ത് നൽകിയ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് എന്നെ ഉപേക്ഷിച്ചിട്ട് കണ്ടു, അതിന് ചാൻസ് ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടത് ആദർശം പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. കാരണം എന്താ, ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അവളുടെ വിവാഹം നേരത്തെ നടന്നതെന്ന്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഐഡിയ ഒക്കെ കൊള്ളാം എന്ന് പറയാണ്. അപ്പോഴേക്കുമാണ് അനാമികയുടെ അച്ഛൻ ആ വഴി വരുന്നേ. ഇവരെന്താ ഇവിടെ രണ്ടുപേരും കൂടെ? ഇവൾക്കിനി എന്തെങ്കിലും വയ്യായിയാണോ? എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടോ? അതൊക്കെ മറച്ചു വെച്ചിട്ടായിരുന്നു ഇത്രയും കാലം നടന്നേ. ഒന്നും പറയാൻ പറ്റില്ല. പഠിച്ച കള്ളനും കള്ളിയൊക്കെ എല്ലാരും കൂടെ. അങ്ങനെയാണെങ്കിൽ ഇത് ചൂടോടെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. വീട്ടുകാരറിയാതെ ഞാൻ തോന്നുന്നു ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാരും അറിയട്ടെ, അങ്ങനെ ഇവരുടെ കള്ളത്തരം പിടിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് വേണു അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ആദർശ് നയനയെ കൊണ്ട് ഡോക്ടറെ കാണാനായിട്ട് കയറി. അങ്ങനെ ഡോക്ടറെ കണ്ട് ഡോക്ടർ പരിശോധന എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പൊ കുഴപ്പമില്ല, കണ്ടീഷൻ ബെറ്റർ ആയിട്ടുണ്ട്. ഇനിയിപ്പൊ പതുക്കെ പതുക്കെ ജോലികളൊക്കെ ചെയ്തു തുടങ്ങാട്ടോ. ഇത് കേട്ടോ ആദർശ് പറഞ്ഞു, അതിന്റെ കുഴപ്പമൊന്നും ഇല്ല അല്ലേ? കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയാ. പിന്നെ നയന നല്ല ബോൾഡായിട്ടൊരു പെൺകുട്ടിയും കൂടെ അല്ലേ? മൂർത്തി സാർ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വിളിക്കുമ്പോൾ ചോദിക്കുന്ന നയനയുടെ കണ്ടീഷനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. എങ്ങനെയാ ചെക്കപ്പിനൊന്നും വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ പറയുന്ന വിശ്വാസം ആവുന്നില്ലെന്ന് തോന്നേ. പിന്നെ അത് മാത്രമല്ല, ഇനി ഇപ്പൊ ചെക്കപ്പിന് വരുമ്പോ ആ ഗൈനക്കോളജിസ്റ്റ് മറിയൻ ഡോക്ടറെ കൂടെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാ. ഇത് കേട്ട് ആദർശ നയനെ പരസ്പരം നോക്കുവാണ്. മൂർത്തി സാറിന് ഒരു പേരക്കുഞ്ഞിനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് തോന്നേ. കാരണം അദ്ദേഹത്തിന് അസുഖങ്ങളൊക്കെ വന്നിരിക്കുമല്ലേ. അപ്പൊ നിങ്ങളോടൊന്ന് പറയണം, ഡോക്ടറെ കാണുന്ന കാര്യത്തെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് മതി ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് പോയി കാണുന്നേ എന്ന് പറയാ. അല്ല, എന്താ ഇത്രയും നാളായിട്ടും നിങ്ങൾ വല്ല ഇപ്പൊ വേണ്ട, കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വല്ലതും തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും നയനെ ആദർശം പരസ്പരം നോക്കി. പിന്നീട് ആദർശം പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല ഡോക്ടറെ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഒരു കംപ്ലീറ്റ് ഒരു ചെക്കപ്പ് ഒക്കെ നടത്തണമെന്ന് പറയാം. പിന്നീട് ചോദിച്ചു, അല്ല നയനയുടെ അമ്മായിമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? കരള് ഭാഗത്ത് അല്ലെങ്കിൽ നയനയാന്നുള്ള കാര്യം? ഇത് കേട്ടപ്പോ ആദർശം പറഞ്ഞു, ഇല്ല എന്ന് പറയണം. ഇല്ലേ? ഇല്ല ഡോക്ടർ എന്ന് പറയണം. അവരെ അറിയേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് അവരെ അറിയിക്കേണ്ട കടമ നിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും മരുമോളെ ഒന്ന് അംഗീകരിക്കട്ടെ. ഇത്ര നല്ലൊരു മരുമോളെ കിട്ടിയതല്ലേ. ഞങ്ങൾ ഡോക്ടേഴ്സിന് പോലും ഒരു അത്ഭുതമായിട്ടാ തോന്നണേ. പക്ഷേങ്കില് ആദർശിന്റെ അമ്മയ്ക്ക് മാത്രം അത് മനസ്സിലാവുന്നില്ലെന്ന് പറയാ. ഇത് കേട്ടതും നയന പറഞ്ഞു, അമ്മ പാവാ ഡോക്ടർ, ആദർശനോടുള്ള ഇഷ്ടം കൊണ്ടാ. അത് ശരി തന്നെയാ, അത് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ, സ്വന്തം മകനെ അമ്മ സ്നേഹിക്കുന്നല്ലോ അതിനെ കയറി വരുന്ന മരുമോളെയും കൂടെ സ്നേഹിക്കണമല്ലോ. അതല്ലേ അതിന്റെ ന്യായം എന്ന് ചോദിക്കുക. അല്ലാതെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി മാറ്റി എഴുന്നിട്ട് കാര്യമുണ്ടോ? അപ്പൊ ശരി, ഇനിയിപ്പോ വന്നതിന് കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയാണ്. അങ്ങനെ അവർ ക്യാബിനിൽ നിന്ന് ഇറങ്ങുവാണ്. ആ സമയത്ത് അനാമിക നേരെ ദേവേന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ദേവേന്റെ അടുത്ത് എന്നിട്ട് ദേവേന്റെ പറഞ്ഞു, വല്യമ്മ ഇപ്പോഴും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. കുഴപ്പമില്ല, കുറവുണ്ട്. വല്യമ്മ എന്തിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കണേ? അല്ല, അത് പിന്നെ ഞാൻ ആ കരള് പകത്ത് നൽകിയ പെൺകുട്ടിയെ കുറിച്ചായിരുന്നു. എന്താന്ന് അറിയത്തില്ല, എനിക്ക് അവളെ കാണാനൊക്കെ തോന്നുന്നുണ്ട്. എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലോ എന്ന് പറയാം. അത് വല്യമ്മ എനിക്കും കാണാൻ പറ്റില്ല. ഞാനും ഹോസ്പിറ്റലിലേക്ക് അധികം അങ്ങനെ വന്നില്ലായിരുന്നല്ലോ, അതുകൊണ്ട് കാണാനും പറ്റിയില്ല. എനിക്കും കാണണമെന്നും അവരെ സഹായിക്കണം എന്നൊക്കെ മനസ്സ് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. വല്യമ്മ അടുത്ത് കംപ്ലീറ്റ് സമയം നിൽക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ നന്ദും നയനയ്ക്ക് അവിടെ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ടേക്ക് വരായിരുന്നേ. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് വന്നേനെന്ന് പറയാം. ഇനിയിപ്പോ വല്യമ്മ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കണ്ട കേട്ടോ. പക്ഷെ ആ നയനയെന്ന് പറയുന്നവരുണ്ടല്ലോ, ഈ വീട്ടിൽ നിന്ന് പോയാലും ഇതുവരെയായിട്ട് അവള് ആദർശനെ വിട്ടിട്ടില്ല എന്ന് പറയാണ്. നീ എന്താ അനമ്പിക എങ്ങനെ പറഞ്ഞേ? അത് പിന്നെ ആദർശനും ആ നയനെന്ന് പറയുന്നവളും കൂടെ ഇപ്പൊ ഹോസ്പിറ്റലുണ്ടെന്ന് പറയണം. ഹോസ്പിറ്റലിൽ അതെന്താ? എന്താണെന്ന് അറിയത്തില്ല. ഇനി വല്ല പ്രഗ്നന്റ് ആണോന്ന് അറിയത്തില്ല, ചെക്കപ്പിന് പോയതാണെന്നും അറിയത്തില്ല. രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു. അവൾക്ക് എന്തോ അവശത ഉണ്ടായിരുന്നു, അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു ആദർശേട്ടൻ എന്ന് പറഞ്ഞു. എന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞെന്ന് പറയണം. അച്ഛൻ ഹോസ്പിറ്റലിൽ പോയപ്പോ കണ്ടതാണ് പോലും. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഇതേ വല്യമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം.
വല്യമ്മ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആദർശാണ് ഇവിടെ വല്യമ്മയുടെ അടുത്ത് ശുശ്രൂഷിച്ചിരിക്കുകയല്ലേ ചെയ്യണ്ടേ? അതിന് പകരം അവളുടെ അടുത്തേക്ക് ഓടിപ്പോണ്ട വല്ല കാര്യമുണ്ടോ? എന്നാലും മോനെ, അവൾ പ്രഗ്നന്റ് ആയത് അതാ എനിക്ക് മനസ്സിലാകത്തെ. വല്യമ്മയുടെ കണ്ണു പേടിച്ച് ആയതായിരിക്കും. എപ്പോഴും വല്യമ്മയ്ക്ക് നോക്കിയിരിക്കാനായിട്ട് പറ്റുമോ? അതുകൊണ്ട് വല്യമ്മയുള്ളക്കാളും കൂടുതൽ സ്നേഹം ഇപ്പൊ അവളോട് ആദർശനം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വല്യമ്മയുടെ വയ്യായികൊന്നും ആദർശനം ഒരു പ്രശ്നമല്ലെന്ന് പറയണം. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ആയിപ്പോയി. ദേവേനന്റെ മനസ്സ് അങ്ങോട്ട് കിടന്ന് വിങ്ങുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ എരിപൊരി കയറ്റി കൊടുത്തിരുന്ന് അനാമിക പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇന്ന് കൊടുക്കാനുള്ള ഡോസ് കൊടുത്തിട്ടുണ്ട്, ഇത് മതി, ഇന്ന് അങ്ങനെ ആളി കത്തിക്കോളും. ഇതിന്റെ പ്രതികരണം ഇപ്പം ആദർശേട്ടന് ഉണ്ടാവുന്നു മനസ്സിൽ പറഞ്ഞിട്ട് അനാമിക അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ആ സമയത്ത് ദേവേനിക്ക് സങ്കടം ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. ദേവേനി പെട്ടെന്ന് തന്നെ ആദർശിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഇതേ അമ്മയാണല്ലോ വിളിക്കുന്നത്. എന്റെ ഭഗവാനെ, ഇനിയിപ്പോ എന്ത് കുനിഷ്ഠിനെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നത്, അറിയത്തില്ലല്ലോ എന്നൊക്കെ ഓർക്കുവാണ്. നായർ പറഞ്ഞ് കോൾ എടുക്കാൻ പറയണം. അങ്ങനെ ആദർശ് കോൾ എടുക്കണം. എന്താ അമ്മേ, എന്താ വിശേഷിച്ച്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിൽക്കും. എന്ത് പ്രശ്നം? എനിക്കൊരു കുഴപ്പമില്ല. നീ ഇതെവിടെയാ? അല്ല, അത് പിന്നെ ഞാന് ഹോസ്പിറ്റലാന്ന് പറയും. അവിടെ എന്താ വിശേഷം? അത് നയനയും കൊണ്ട് വന്ന അവൾക്ക് ചെറിയൊരു തലവേദന. തലവേദനയാണോ തല കറക്കമാണോ? തലവേദന അമ്മേ. അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, അവൾ എന്താടാ വല്ല ഗർഭിണിയോ മറ്റാണോന്ന് ചോദിക്കും. അമ്മേ, അമ്മ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുക. അല്ല, നീ അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടെ? ഗർഭിണിയാണെ മാത്രം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. എടാ, അതിന് അവളുടെ വീട്ടുകാരല്ലേ, അവര് കൊണ്ടുപോകത്തില്ലേ? അതിപ്പം ഞാൻ കൊണ്ടുപോയാൽ എന്താ കുഴപ്പം? എന്റെ ഭാര്യയെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നോർത്ത് എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കും. ആഹാ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ അവിടെ പോയി കിടക്കൊന്നും വേണ്ട, ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ വന്നേക്കണമെന്ന് പറയാം. ഞാൻ വന്നേക്കാമേ, ഇത് പറയാനാണ് അമ്മ വിളിച്ചേ. ഞാനത് കഴിയുമ്പോൾ അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടൊക്കെ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ആദർശ് കോള് കട്ടി വേണം. ഈ സമയത്ത് നയനെ ചോദിച്ചു, അമ്മ എന്താ പറഞ്ഞേ? അമ്മയ്ക്ക് സംശയം. പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അമ്മയുടെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നതെന്ന് പറയണം. നീ പ്രഗ്നന്റ് ആണോന്ന്, അതുകൊണ്ട് ചെക്കപ്പിന് വന്നാണോന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, അമ്മ എങ്ങനെ തെറ്റിദ്ധരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ആദർശാണ് എന്നോട് നടക്കുന്നുണ്ടപ്പോൾ അമ്മയ്ക്ക് സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്നാലും ആരായിരിക്കും ഇത്ര കൃത്യമായിട്ട് വിവരങ്ങളൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ആരോ നമ്മുടെ പിന്നിലുണ്ടെന്ന തോന്നലെന്ന് പറയണം. ആ സമയം ജയൻ മുറിയിലേക്ക് വരുവാണ്. ജയനെ കണ്ടെന്ന് ദേവേന് പറഞ്ഞു, എപ്പോ നോക്കിയാലും അവളുടെ പുറകെ നടക്കാനായിട്ടോ അവന് സമയമുള്ളൂ. ഇപ്പൊ അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയേക്കുവാന്ന് പറയാണ്. ജയന് കാര്യങ്ങളൊക്കെ അറിയാലോ ചെക്കപ്പിന് പോയതാന്ന്. പെട്ടെന്ന് ജയൻ പറഞ്ഞു, അത് പിന്നെ ഭാര്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കടമ ഭർത്താവിന്റെ അല്ലേ? നിന്നെ അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പൊ ഇത്രയും കാലം അങ്ങനെയൊക്കെ തന്നെയല്ലേ? നിനക്കൊരു വയ്യായി വന്ന് ആരാ നിന്നെ കൊണ്ടുപോകുന്നേ? ഞാൻ അല്ലേ കൊണ്ടുപോയിക്കൊണ്ടിരുന്നേ. ഇപ്പൊ ആദർശ് ഇത്ര വലുതായി കഴിഞ്ഞപ്പോ അല്ലേ ഇപ്പൊ ഇടയ്ക്ക് എന്തേലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ആദർശ് കൊണ്ടുപോകുന്നേ ചോദിക്കുകയാണ്. എന്നാലും ഇത് എങ്ങനെയാണോ ജയേട്ടാ, എങ്ങനെയാണോന്ന്? ഇത് ദേവേനി, നിന്റെ മനസ്സിൽ ഈ വൈരാഗ്യബുദ്ധിയും കുശുമ്പും കുന്നായ്മയൊക്കെ എടുത്തു കളഞ്ഞിട്ട് ഇനിയെങ്കിലും നല്ലൊരു സ്ത്രീയായിട്ട് ജീവിക്കാൻ നോക്കാൻ പറയണം. ഓ, ഞാനല്ല ജീവിക്കണ്ടേ, അവൾ അങ്ങനെ ജീവിക്കണ്ടേ. അവൾ അനാമിക മോളെ കണ്ടുപഠിക്കട്ടെ. എത്ര നല്ല സ്വഭാവ ഗുണമുള്ള മോളാണെന്ന് പറയണം. ഇത് കേട്ടപ്പോ ജയൻ പറഞ്ഞു, നല്ല സ്വഭാവ ഗുണമുള്ളതാ. നീ അധികം അവളെ അങ്ങോട്ട് പൊഴുത്തണ്ട. അവൾ അത്ര പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നില്ല. അവള് മാത്രല്ല, അവളുടെ വീട്ടുകാരും അങ്ങനെയൊക്കെ തന്നെയാ. പക്ഷെ നിനക്ക് അത് മനസ്സിലാതെ പോയെന്ന് പറയാണ്. അതുകൊണ്ട് നീ അനാമിക മോളെ നയനയും മോളെ തമ്മിൽ കമ്പയർ ചെയ്യില്ലെന്ന് പറയാണ്. അത് ശരിയാ, അവരെ രണ്ടുപേരെ തമ്മില് കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. അനാമിക മോളുടെ അത്ര നല്ല സ്വഭാവമല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജയൻ പറഞ്ഞു, നീ ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതെ, നീ ഇപ്പോഴേ നയനമോളെ സ്നേഹിച്ചു തുടങ്ങുന്നല്ല. അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ കുറച്ചാൾ കഴിയുമ്പോൾ നല്ല കുറ്റബോധം ഉണ്ടായിരിക്കും നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്. ഓ, അതാണോ? അതൊരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല ജയേട്ടാ, അതോർത്ത് വിഷമിക്കണ്ടെന്ന് പറയണം. ജയന് മനസ്സിലായി ഇനി ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാകത്തില്ലെന്ന്. ജയൻ പിന്നീട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോയേക്കുവെന്ന് പറഞ്ഞിട്ട് ജയൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയം അബി പുറത്തേക്ക് വന്നിട്ട് വരുവാണ്. അപ്പോഴേക്കും നവ്യ അങ്ങോട്ട് വന്നു. നവ്യ വന്നിട്ട് ചോദിച്ചു, നീ എങ്ങോട്ട് പോവാന്ന് ചോദിക്കണം. ഞാൻ എങ്ങോട്ട് പോയാലും നിനക്കെന്താ? നിന്നോട് പറഞ്ഞിട്ട് വേണ്ട ഞാൻ പോവാനെന്ന് ചോദിക്കണം. അതെ, നീ ഫുഡ് കഴിക്കുന്നില്ലേന്ന് ചോദിക്കും. കഴിക്കണമെന്ന് പറയാം. ഓഹോ, അപ്പൊ നീ ഒരു നേരം എടുക്കാന്ന് പറഞ്ഞ് വെറുതെ അല്ലേന്ന് ചോദിക്കണം. ആ കാര്യം അബി മറന്നു പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പറഞ്ഞു, അത് പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നില്ല, നീ ചോദിച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞാന്ന് പറയണം. പിന്നെ കഴിക്കുന്നില്ലാന്ന്. ഇത് ഇന്ന് വല്യമ്മയുടെ പക്കപ്പിറന്നാളാന്ന് അറിയാലോ. പക്കപ്പിറന്നാളിന് എല്ലാരും ഒരു നേരം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, അപ്പൊ നീ ഇന്ന് ഒരു നേരം എടുക്കൂലോ അല്ലേ? അതെ, എനിക്ക് എടുക്കേണ്ട കാര്യമില്ല. എന്നോട് മുത്തശ്ശിയും പറഞ്ഞ് എടുക്കണ്ടെന്ന്. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ഞാൻ മെഡിസിൻസും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീയല്ലേ പറഞ്ഞത് നീ എടുക്കൂന്നൊക്കെ. എടുക്കുമെങ്കിലേ എടുക്കൂന്ന് പറയാവുള്ളൂ, അല്ലാതെ കള്ളവ്രതം എടുക്കാനായിട്ട് നിക്കില്ലെന്ന് പറയണേ. ഇത് കള്ളവ്രതം നീയാ എടുക്കുന്നേ. ഈ അബി അങ്ങനെയല്ല. അബി വ്രതം എടുത്ത തന്നെയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് നീ നിന്റെ പണി നോക്കാൻ പോകാൻ പറയണം. ഇത് കേട്ട നബിക്ക് ദേഷ്യം വന്നു. നബി പറഞ്ഞു, ദേ എങ്ങാനും ഫുഡ് കഴിച്ചത് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അബി പറഞ്ഞു, അങ്ങനെയാണോ?
എന്നാലേ നീ ഒരു കാര്യം ചെയ്യ, നമുക്ക് ബെറ്റ് വെക്കാം. ഞാൻ ഫുഡ് കഴിച്ചെന്നെങ്ങാനും നിനക്ക് മനസ്സിലാവുകയാണെങ്കിൽ, നീ അറിയുവാണെങ്കിൽ ഒരു സ്വർണ്ണമോതിരം നിനക്ക് ഞാൻ ഇട്ട് തന്നേക്കാന്ന് പറയാം. ഇത് കേട്ടതും നവ്യ ഒന്ന് ഞെട്ടി. ഇവൻ ഇത്ര ആത്മവിശ്വാസത്തോടെ എന്തിനാ പറയണേ? എന്താ നിനക്ക് സമ്മതമല്ലേ നിൽക്കും? സമ്മതമാണെന്ന് നവ്യം പറയാണ്. പിന്നീട് നവ്യ പറഞ്ഞു, അല്ല നീ പുറത്തു പോയി ഇങ്ങനെ മൂക്കുമുട്ട വെട്ടിയൊഴിഞ്ഞ ഞാൻ എങ്ങനെ അറിയാനാ? ഞാൻ പെരയ്ക്കാതിരിക്കുമല്ലേ എന്ന് ചോദിക്കുക. ആ അതൊക്കെ വേണം നീ അറിഞ്ഞോണം, അത് നിന്റെ മിടുക്കാന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പിന്നീട് അഭി നേരെ ചെല്ലുന്ന റെസ്റ്റോറൻറ്റിലേക്കാ. അങ്ങനെ ചെല്ലുന്ന കഴിയുമ്പത്തേനും അഭിയുടെ ഫ്രണ്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അഭിയോട് ബാട വന്നിരിക്കാൻ പറയാണ്. എടാ ഭയങ്കര വിശപ്പെടുന്ന് പറയാണ്. അങ്ങനെ അവര് ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് കാത്തിരിക്കുക. ഈ സമയത്ത് കൂട്ടുകാരൻ ചോദിച്ചു, അല്ലടാ നിനക്ക് എന്താ വേണ്ടേ? നോൺ വെജ് വല്ലതും വേണോന്ന് ചോദിക്കുക. ഏയ് അതൊന്നും വേണ്ട, കാരണം മാല ഇട്ടേക്കുമല്ലേ, ഇനിയിപ്പോ വേണ്ട. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ നോയമ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നേ. ഇന്നലെ ശയനപ്രദക്ഷിണം വരെ നടത്തിയിടാം, കാരണം ആർക്കും വേണ്ടിയിട്ടല്ല, വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട്. പോരാത്ത ഇന്ന് അവരുടെ പക്കപ്പിറന്നാള്. ഇന്ന് എല്ലാരും വീട്ടിൽ നോയമ്പെടുക്കണം പോലും, ഒരു നേരം എടുക്കണോന്ന്. എന്തിന്റെ കേടാന്ന് അറിയത്തില്ല, അവർക്ക് പക്കപ്പിറന്നാളിന് നമ്മൾ നോയമ്പെടുക്കാനായിട്ടെ. പെട്ടെന്ന് കൂട്ടുകാരൻ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷേങ്കില് എല്ലാരും ചെയ്യുന്ന പോലെ നീ വീട്ടിൽ ചെയ്യണ്ടേടാ. എല്ലാരും ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ടാ. ചില ബുദ്ധിമുട്ടായിരിക്കും അതിന്. ഞാനിപ്പോ ഈ നോയമ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എങ്ങനെയാന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതെങ്ങനെ മലയ്ക്ക് നേരത്തെ പോകാമെന്ന് പറഞ്ഞിരുന്ന പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോ എന്താണോ, മകരവിളക്കിനാണോ അതോ ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ടാണോ പോകുന്നതെന്നും അറിയത്തില്ല. അല്ല മകരവിളക്കിന് പോയില്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പോണെങ്കിൽ 1-ാം തീയതി വരെ കാത്തിരിക്കേണ്ടതെന്ന് ചോദിക്കുക. അത് ശരിയാ, അത്ര നാൾ നോയമ്പ് നോക്കുന്ന കാര്യം ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അഭി പറയാണ്. ആ സമയത്ത് നവ്യ അങ്ങോട്ട് കയറി വരുന്നു. ഒരു ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങുവാണ്. ഓഹോ, അപ്പത്തേനും അഭിയുടെ കാർ അവിടെ കിടക്കുന്നുണ്ട്. അവനിപ്പോഴും ഉണ്ട്, താൻ ഉദ്ദേശിച്ച പോലെ തന്നെയാ. അങ്ങനെയാണ് വെറുതെ വിട്ടുകൂടാ. അങ്ങനെ സാരി തലിപ്പ് വെച്ച് മുഖമൊക്കെ മറിച്ച് കടയിലേക്ക് കയറി വരുവാണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പത്തേനും അഭി ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ട്. ഓഹോ, എന്നിട്ടാണ് നീ പക്കപ്പിറന്നാൾ വല്യമ്മയുടെ ഒരു നേരം എടുക്കാന്നൊക്കെ പറഞ്ഞത്. കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് അവിടെ മാറിയിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. ഇതൊന്നും അറിയില്ലാതെ അഭി ഫുഡ് കഴിച്ച് ആകുവാണ്. അപ്പത്തേക്കും നവ്യയുടെ അടുത്ത് വെയിറ്റർ വന്നിട്ട് എന്താ മാഡം എന്താ വേണ്ടെന്ന് ചോദിക്കുക. ഒരു മാംഗോ ജ്യൂസ് മതി എന്ന് പറയണം. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ആ വെയിറ്റർ നേരെ അബിയുടെയും ഫ്രണ്ടിന്റെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ചോദിച്ചു, ഇനി എന്തെങ്കിലും വേണോ സാറിന് ചോദിക്കുകയാണ്. പെട്ടെന്ന് അബി പറഞ്ഞു, ഒരു മഷ്റൂം ഫ്രൈയും പിന്നെ ഒരു ഫ്രൈഡ് റൈസ് എന്ന് പറയണം. ശരി സാറെന്ന് പറഞ്ഞ് അയാൾ അങ്ങോട്ട് പോയി. എടാ ഇത് എന്തൊരു കഴിപ്പാടാ അത് എന്ന് ചോദിക്കണു കൂട്ടുകാരൻ. എടാ കഴിക്കാതിരിക്കാൻ പറ്റുമോ, രാവിലെ തൊട്ട് പട്ടിണി അല്ലായിരുന്നോ, അതുകൊണ്ട് വെട്ടി വിഴുങ്ങുന്ന എന്ന് പറയാ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. ഇതെല്ലാം കണ്ട് നവ്യ ഷൂട്ട് ചെയ്തോണ്ട് നവ്യയുടെ കണ്ണ് മഞ്ഞളിച്ചു പോണു. കാരണം അമ്മാതിരി തീറ്റയാണ് അവൻ തിന്നോണ്ടിരിക്കുന്നത്. ഓഹോ, നിനക്കിട്ടുള്ള പണി ഞാൻ ഇന്ന് തരാടാ. നീ വീട്ടിലേക്ക് വാ, ഒരു സ്വർണ്ണമോതിരം ഇട്ട് തരാന്നല്ലേ പറഞ്ഞേ. സ്വർണ്ണമോതിരം ഇടാൻ നീ തയ്യാറായിക്കോ? നിന്റെ വീഡിയോസ് ആയത് ഇപ്പൊ എന്റെ ഫോണിനകത്തുണ്ട്, ഇനി മുതൽ നീ എന്റെ അടിമയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബി പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മള് ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി.